സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നല്ല അടിപൊളിയായിട്ടൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ലഭിക്കുന്ന മുട്ട റോസ്റ്റാണ്, ഒരു സ്പെഷ്യലാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അതിന് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം, വേഗത്തിൽ അരിഞ്ഞെടുക്കാം, വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിയാം. ഓക്കെ, നമുക്കതൊക്കെ അരിഞ്ഞൊന്ന് വൃത്തിയാക്കി കഴുകി ഞാനതൊന്ന് അരിഞ്ഞ് നമുക്കിനി അതൊന്ന് ഇളക്കിയിടണം. അപ്പം ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, അതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഞാൻ ഒരു 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് വേണം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാൻ. ഇതൊരു സ്പെഷ്യൽ റോസ്റ്റാണ്, നമുക്ക് വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ലഭിക്കുന്ന സൈസാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സവാളയുണ്ടല്ലോ ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അതിനാണ് ഞാനൊന്ന് തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഇളകി കിടക്കും ഇതളായിട്ട്. അപ്പോൾ ഇനി ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്, മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാനിനകത്തോട്ട് ഒരു കടായി എടുത്ത് കടായിക്കകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്ത് ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അപ്പം നല്ലപോലെ ചൂടായതുകൊണ്ട് വേഗത്തിൽ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി നമുക്കത് ഇതിനായിട്ട് കുറച്ച് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കടുകും പെരിഞ്ജീരകമൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ നല്ലപോലെ ചതച്ചെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ 2 കുഞ്ഞ് പച്ചമുളകും കൂടെ കീറിയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പം അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമുക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അപ്പം ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർക്കണം. ഇനി സവാള നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് ഉപ്പൂടെ ചേർക്കണം. അപ്പോൾ സവാള മൊത്തത്തിൽ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരണം, ഒരു കളറൊക്കെ മാറി വരണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അന്നേരം വേഗത്തിൽ നമുക്ക് സവാളയൊക്കെ ഒന്ന് മൂത്ത് വരും. അപ്പം സവാളയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കണം. അപ്പോൾ രണ്ടും കൂടെ തന്നെ ഈ എണ്ണയ്ക്കകത്ത് മിക്സായി നല്ലതുപോലെ രണ്ടും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് മസാലപ്പൊടി ചേർക്കാൻ. കാരണം ഇത് അരിഞ്ഞ് ചേർത്ത് ഇതുപോലെ സവാളയും തക്കാളിയൊക്കെ ചെറുതായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് നല്ലതുപോലെ ഇനി ഒന്നുകൂടെ നല്ലപോലെ മിക്സാക്കി നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇപ്പം തന്നെ ചേർക്കാം, പക്ഷേ നമ്മൾ പാകത്തിനുള്ള ഉപ്പ ചേർത്ത് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവിയിൽ തന്നെ, വെള്ളമൊന്നും ചേർക്കേണ്ട, ആവിയിൽ തന്നെ ഒരു 2 മിനിറ്റ് വെച്ചിരുന്നാൽ അതൊന്ന് നല്ല സോഫ്റ്റായി വേവും. അതിനുശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി നമുക്കിനി മസാലപ്പൊടിയൊക്കെ ചേർക്കണം. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് നടുക്കോട്ട് നമുക്ക് മസാലപ്പൊടി ചേർക്കാം. അപ്പം അത് വേഗത്തിൽ ആ മസാല അതിൻ്റെ ചൂട് തട്ടി അതിൻ്റെ പച്ചമണമൊക്കെ മാറും. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടുന്നത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ഗരം മസാലയുടെ പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് വേണ്ടുന്നത് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ആ നടുക്ക് തന്നെ കിടന്നൊന്ന് ആ ചൂടൊക്കെ ഒന്നാവട്ടെ, ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഇനി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പം നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് ഈ ഉള്ളിയിലും ആ തക്കാളിയിലും എല്ലാം കൂടെ ഈ മസാല ഒരുമിച്ച് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. അപ്പം ഈ മസാലയും ഇത് ഇളക്കിലാണ് ഇരിക്കുന്നത്. ഇനി ആ ഉപ്പ് ഉണ്ടോയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അപ്പം ഈ നല്ലതുപോലെ മൂത്ത് വരണം. ഇനി ശരിക്കും പറയാം, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഒരു ലേശം സോയാ സോസാണ് ഒഴിക്കുന്നത്, ഞാൻ ഇച്ചിരി സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഈ മസാലക്കൂട്ടൊരു ടേസ്റ്റാണ്. അപ്പം നമുക്കിനി നമ്മൾ മുട്ട പുഴുങ്ങി അത് 2ആയിട്ട് കീറി വെച്ചിരിക്കുകയാണ്. അപ്പം അതും കൂടെ നമുക്ക് ഇതിൻ്റെ നടുക്കോട്ട് പറക്കി വെക്കാം. പറക്കി വെച്ചിട്ട് നമുക്ക് ഈ മസാലയെല്ലാം ഈ മുട്ടയ്ക്കകത്തോട്ട് പൊതിയാം. മസാല കൊണ്ട് ഈ മുട്ടയെല്ലാം ഒന്ന് പൊതിഞ്ഞ് വെക്കണം. അപ്പോൾ ആ ചൂട് കൊണ്ട് ആ മസാലയുടെ ചൂടും മുട്ടയ്ക്കകത്തോട്ട് പിടിച്ചൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. നമുക്കൊരു 2 മിനിറ്റ് അതിനകത്തോട്ട് വെച്ചിരുന്നാൽ മതി. ഇത് അടച്ച് വെക്കണമെന്നൊന്നുമില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വേഗത്തിൽ തന്നെ അത് കുക്കായിട്ടുണ്ട്. നമുക്കിനി നമ്മളിവിടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് സെർവ് ചെയ്യാം. വളരെ വളരെ രുചികരമായ ഒരു മുട്ട റോസ്റ്റാണ്. നിങ്ങളിതുവരെ ചെയ്തിട്ടില്ലേ, ചെയ്ത് നോക്കണം.
അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്